നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 3യിലേക്ക് സ്വാഗതം. അവളുടെ ഇടം എവിടെ എന്ന വളരെ പ്രസക്തമായ ചോദ്യം ഇന്നും തുടരുകയാണ്. അനുഭവങ്ങളും അറിവും പങ്കുവെച്ച ഈ 5 ദിവസത്തിനിടെ നിരവധി പേർ ക്യാമ്പയിന്റെ ഭാഗമായി. നിരവധി പ്രേക്ഷകർ വിളിച്ചു, അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. ജീവനാണ്, ജീവിതമല്ല വലുതെന്ന തിരിച്ചറിവ് കുറച്ചുപേരിലെങ്കിലും ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാൻ സാമൂഹ്യ പ്രവർത്തകയായ സുജ സൂസൻ ജോർജ്, ഒപ്പം നിയമവിദഗ്ധയായ അഡ്വക്കേറ്റ് PM ആതിര എന്നിവർ ചേരുകയാണ്. പ്രേക്ഷകർക്കും വിളിക്കാം. അവളുടെ ഇടം എവിടെ? ഇപ്പോൾ ആദ്യം ഞാൻ ശ്രീമതി സുജ സൂസൻ ജോർജിലേക്ക് പോവുകയാണ്. ഇത്രയും ദിവസം, ഈ 5 ദിവസവും 4 ദിവസവും നമുക്കൊപ്പം ചേർന്നവരെല്ലാം ഒറ്റ കാര്യം ഉയർത്തിപ്പിടിച്ചത്, ഇനിയെങ്കിലും ഇത്രയും നാൾ ഉണ്ടായ വിസ്മയയും വിഷ്ണുജയും ഒന്നും ആവർത്തിക്കരുത്, ഷൈനിയും ഒന്നും ആവർത്തിക്കരുത് എന്നുള്ളതായിരുന്നു. പക്ഷെ അതിന് നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം, ആര് മാറണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ്. പക്ഷെ ഒരു സന്തോഷം ഇതാണ്, ഇപ്പോൾ നിരവധി ഇടങ്ങളിൽ നമ്മുടെ തന്നെ യൂട്യൂബ് വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. കുറച്ചുപേരിലെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയുമാണ്. ഒരു ആമുഖം എന്ന രീതിയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്തരമൊരു സൂക്ഷ്മമായ ചർച്ചയ്ക്ക് മുൻകൈ എടുത്ത ന്യൂസ് 18 ആദ്യം അഭിനന്ദിക്കട്ടെ. പ്രത്യേകിച്ചും നമ്മൾ സാധാരണഗതിയിൽ ഷൈനിയുടെ മരണം അല്ലെങ്കിൽ വേറെ ഇവിടെ നമ്മൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ, സ്ത്രീധന പ്രശ്നം, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഇന്ത്യയിലുടനീളം ലോകത്തെല്ലായിടത്തും കേരളത്തിലും നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ചർച്ചയൊക്കെ സാധാരണഗതിയിൽ വളരെ വളരെ വൈകാരികമായി പോവുകയും ഒരു പരിധിവരെ അതൊരു ലീഗൽ മാറ്റർ എന്നുള്ള നിലയിൽ ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സാധാരണ കണ്ടുവരുന്നത്. ഇപ്പൊ ഷൈനി അവരുടെ 2 പെൺമക്കളെയും കൊണ്ട്, ടീനേജേഴ്സ് ആയിട്ടുള്ള 2 പെൺകുട്ടികളെയും കൊണ്ട് ട്രെയിന് മുമ്പിൽ ചാടി മരിച്ചു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസാക്ഷി ആകെ കുലുക്കി ഉണർത്തി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവരുടെ തെറിച്ചു വീണ രക്തം നമ്മളുടെ ഓരോരുത്തരുടെയും മുഖത്തോ ഹൃദയത്തിലോ പതിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് കേരളം ഇത്ര ഗൗരവമായി വിഷയത്തെ ചർച്ച ചെയ്യുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പൊ ഈ ഷൈനിയുടെയും കുട്ടികളുടെയും ഈ ആത്മഹത്യ ആദ്യം കേട്ടപ്പോ, ഒരു സുറിയാനി ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്കും പേടിച്ചു. അപ്പൊ ആ ഒരു വാർത്തയിലേക്ക് കൂടുതൽ ഗൗരവമായി നോക്കാൻ പോലും മനസ്സ് വരാത്തവണ്ണം എന്റെ മനസ്സങ്ങ് പതറിപ്പോയിരുന്നു. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു സാധാരണഗതിയിൽ ഇതിനെ ഒന്ന് കണ്ട് വിഷയം എന്താണ് എന്ന് ചർച്ച ചെയ്യാൻ മനസ്സ് തയ്യാറെടുത്തത്. അങ്ങനെയാണ് ഞാനും എൻ്റെ 2-3 സുഹൃത്തുക്കളും കൂടി ഷൈനിയുടെ വീട്ടിൽ പോകുന്നത്. കാരണം എന്നെ ഏറ്റവും അധികം ഉലച്ചത് ഇപ്പൊ ഭർത്തൃ വീട്ടിലെ പീഡനം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ളത്, പ്രത്യേകിച്ചും വിവാഹം കഴിച്ചയച്ച സ്ത്രീ ആ വീട്ടിൽ അനുഭവിക്കുന്ന വയലൻസ് അത്ര അസാധാരണമല്ല. പക്ഷെ ഈ ഒരു പ്രശ്നത്തെ കൂടുതൽ ഗുരുതരമാക്കിയത് 9 മാസമായി ഷൈനിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. കോട്ടയത്തെ ഷൈനിയുടെ വീട്ടിലാണ്, ഏറ്റുമാനൂരിന്റെ അടുത്തുള്ള ഷൈനിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഈ യുവതി സ്വന്തം പെൺമക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തു. അതും ശരിക്കും ഒരു പ്രത്യേകിച്ച് ഷൈനിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ ബൈബിൾ വായിച്ചും പഠിച്ചും ബൈബിൾ ക്ലാസ്സിൽ പോയും നിരന്തരം പള്ളിയിൽ എല്ലാത്തരം അതിന്റെ കസ്റ്റം അനുസരിച്ച് ജീവിച്ച ഒരു സ്ത്രീയാണ്. ആത്മഹത്യ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റത്തെ പാപവും കൂടിയാണ്. ഒരിക്കലും ആത്മാവ് രക്ഷപ്പെടില്ല എന്ന് കൽപ്പിക്കുന്ന ഒന്നാണ് ആത്മഹത്യ. അങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ ഷൈനിയെ പ്രേരിപ്പിച്ച ഒരു അവസ്ഥയുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു കൾച്ചറൽ, സാംസ്കാരികമായ പ്രശ്നം എന്നുള്ളത് പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ പ്രോബ്ലവും അതിനകത്തുണ്ട്. ആ നിലയിലേക്ക് നമ്മളുടെ മുമ്പോട്ടുള്ള ചർച്ച ഒന്നാണ്. ഇപ്പം പാപത്തറ എന്ന കഥ എഴുതിയിട്ട് സാറ ജോസഫ് എഴുതിയിട്ട് ഏതാണ്ട് 30 വർഷമായി. അതിനകത്തൊരു പരാമർശമുണ്ട്, പെണ്ണിനെ പെറുന്ന കൊടിച്ചിയെ എന്ന് ലക്ഷ്മിക്കുട്ടിയെ വിളിക്കുന്നുണ്ട് ഭർത്താവ്. യഥാർത്ഥത്തിൽ ആ ഭർത്താവ് ഇന്നും എല്ലാ സമുദായങ്ങളിലും എല്ലാ മതങ്ങളിലും
ജീവിച്ചിരിക്കുന്നു. ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് കുറെ കൂടി തീവ്രതരമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇത്രയും മെയിൽ ഡോമിനേറ്റഡ് ആയ ആൺകോയ്മ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത് വളരെ ചാതുര്യത്തോടുകൂടി നിലനിർത്തുന്ന വിഭാഗങ്ങൾ കുറവാണ്. എല്ലായിടത്തും ഉണ്ട്, എന്നാലും കുറവാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോ മേരി റോയ് കേസൊക്കെ നമ്മൾ ഓർക്കും, പ്രത്യേകിച്ച് കോട്ടയത്താണ് ഇത് നടന്നതെന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് മേരി റോയ് കേസിലേക്കൊക്കെ നമ്മളുടെ ശ്രദ്ധ പോകും. അപ്പോ മേരി റോയ് കേസിൽ നടന്നത് എന്താണെന്ന് എനിക്ക് ഒന്ന് അടുത്തൊരു ടേണിൽ ചർച്ച ചെയ്യുന്നോ അതോ ഇപ്പൊ തന്നെ തീർച്ചയായിട്ടും പറഞ്ഞു പോകാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ആ ഒരു ഒഴുക്കിൽ അങ്ങനെ പോകുന്നത് തന്നെയായിരിക്കും. ഇത്രയും ക്രിസ്ത്യൻ പിന്തുടരാച്ച അവകാശ നിയമവും അതുമായി ബന്ധപ്പെട്ടൊക്കെ മേരി റോയ് നടത്തിയ പോരാട്ടവും ഒക്കെ അതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു, ഇപ്പോൾ എത്ര പേര് അത് നടപ്പാക്കുന്നുണ്ട്, അതിനെ ഓർക്കുന്നുണ്ടെന്നൊക്കെയുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. അതെ, പിന്നെ സാറ ജോസഫിനെ വീണ്ടും ഓർത്താൽ പെണ്ണു പൂക്കുന്ന നാട്ടിലേക്കാണ് ലക്ഷ്മിക്കുട്ടി പോകാനായിട്ട് വെമ്പി നിൽക്കുന്നത്. എന്റെ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒളിച്ചപ്പുറത്ത് കടത്തു എന്നാണ് ലക്ഷ്മിക്കുട്ടി ആവശ്യപ്പെടുന്നത്. ഇതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഭാഷ മാറാം, ഇതിന്റെ രീതി മാറാം, ഇതിനകത്തെ പേരുകൾ മാറാം. ഇപ്പോഴും ഞാൻ കരുതുന്നത് ഈ ഷൈനിയുടെ 2 പെൺകുട്ടികളല്ലായിരുന്നെങ്കിൽ, അതായത് ഈ പെൺകുട്ടികൾക്ക് പകരം ആൺകുട്ടികളായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഷൈനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ ഈ പെൺകുട്ടികളെ കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ല, ഈ മക്കളെ കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ മേരി റോയിയുടെ കേസ് എല്ലാവർക്കും ഓർമ്മയുണ്ട്, എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ പലയിടത്തും വരികയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1986 മേരി റോയി ഈക്വൽ റൈറ്റിന് വേണ്ടി, തന്റെ പിതൃസ്വത്തിൽ ഈക്വൽ റൈറ്റിന് വേണ്ടി കേസിന് പോകുന്നത്. ആ കേസ് പല ഘട്ടം കടന്ന് സുപ്രീം കോടതിയിൽ എത്തുകയും സുപ്രീം കോടതി നിലവിൽ എന്താണോ ഇന്ത്യൻ സക്സഷൻ ആക്ട് അതനുസരിച്ച് ചെയ്യാനായി വിധിക്കുകയും ആണ്. വളരെ ചുരുക്കി പറഞ്ഞ മേരി റോയ് കേസ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഇപ്പൊ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് ഉണ്ടായിരുന്നു, കൊച്ചി ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് ഉണ്ട്, പിന്തുടർച്ചാവകാശ നിയമമുണ്ട്. ഈ 2 നിയമത്തിലും തിരുവിതാംകൂറിന്റെ നിയമത്തിൽ ഇതാണ്, പിതൃസ്വത്തിന്റെ 4/1 സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്, മകൾക്ക് അവകാശപ്പെട്ടതാണ്. അല്ലെങ്കിൽ 5000 രൂപ ഏതാണോ കുറവ് അതാണ് പെൺകുട്ടിക്ക് അവകാശപ്പെട്ടത്. കൊച്ചിയിലാവുമ്പോഴത്തേക്ക് അത് 3/1 മാറുന്നു. പക്ഷെ വർഷങ്ങൾ മാറിയിട്ടാണ് ഈ 2 സക്സഷൻ ആക്റ്റും വരുന്നത് എന്നോർക്കുക. അപ്പോ കേരളത്തിലെ മലബാറിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പിന്തുടർച്ചാവകാശ നിയമം ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ എല്ലാ സുറിയാനി ക്രിസ്ത്യാനികളും വളരെ തന്ത്രപൂർവ്വം 1902 തിരുവിതാംകൂർ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമമാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് പല കാര്യങ്ങളും പറയാം. ചിലരൊക്കെ വീട്ടിൽ ഈക്വൽ റൈറ്റ് കൊടുക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ ഒരു സാമൂഹിക കീഴ്വഴക്കം എന്നുള്ള നിലയിൽ ഇതാണ് നിലവിലുള്ളത് കേരളത്തിലുടനീളം. ഞാനും എന്റെ അമ്മയും ഒക്കെ തന്നെ ഇതിന്റെ ഒരു വിക്ടിമോ അല്ലെങ്കിൽ ഈ ഒരു പ്രാകൃതമായ നിയമം ബാധിച്ചവരോ ഒക്കെയാണ് കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ഒരു ആക്ട് വരാൻ തന്നെ പല കാരണങ്ങളുണ്ട്, അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂർ, കൊച്ചി സുറിയാനി ക്രിസ്ത്യാനികൾ ഈ നിയമം ഉണ്ടാകുന്ന കാലത്ത് കാർഷിക രംഗത്തും കച്ചവട രംഗത്തും വളരെ മുമ്പോട്ട് പോവുകയും പെൺകുട്ടികൾ പഠിക്കുകയും ജോലി തേടുകയും അല്ലെങ്കിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം, കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ രംഗത്തേക്ക് കടന്ന അധ്യാപനവും നഴ്സിംഗും പിന്നെ ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള അത്തരം പ്രൊഫഷണൽ രംഗത്തേക്ക് കടന്ന സ്ത്രീകൾ ക്രിസ്ത്യൻ സ്ത്രീകളാണ്. നമ്മളിപ്പം പ്രത്യേകിച്ചും പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളില് ഇത്തരം ഒരു പഠനം നടത്തിയാൽ തന്നെ നമുക്കറിയാം കേരളത്തിലേക്ക് പുറത്തുനിന്ന് ഉള്ള പണം, വിദേശ പണമായിരുന്നല്ലോ ഒരു സമയത്ത് നമ്മളുടെ വലിയ ആസ്തി, അല്ലെ കേരളത്തിന്റെ വികസന മാതൃകയെ ചിട്ടപ്പെടുത്തിയത് തന്നെ അതാണല്ലോ. അതിൽ ഏറിയ പങ്കും കൊണ്ടുവന്നത് സ്ത്രീകളാണ്. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് PM ആതിരയിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് PM ആതിര, ഇത്തരത്തിൽ സ്ത്രീകൾ അല്ലെങ്കിൽ അവളുടെ വീട്, ഇടം എവിടെ എന്ന വലിയ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നിയമപരമായി ഇപ്പോഴും പല കാര്യങ്ങളും അറിയാത്ത, അതിൽ ബോധവൽക്കരിക്കപ്പെടാത്ത നിരവധി ആളുകളുണ്ട്. ഒരു പക്ഷേ മരണത്തിലേക്ക് അല്ലെങ്കിൽ അവസാന വാക്ക് മരണം എന്ന രീതിയിലേക്ക് പോയ കുട്ടികളൊക്കെയും അങ്ങനെ തന്നെ ആവണം. എന്താണ് ആമുഖമായി ഈ വിഷയത്തിൽ പറയാനുള്ളത്?
ഇതിനകത്ത് സുജ ചേച്ചി സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഇതൊരു നിയമ പ്രശ്നത്തിനപ്പുറത്തേക്കൊരു സാമൂഹ്യവും രാഷ്ട്രീയവുമായി വലിയ മാനങ്ങളുള്ളൊരു വിഷയം തന്നെയാണ്. ഇപ്പം ഇവിടെ മേരി റോയ് കേസ് പരാമർശിച്ചല്ലോ. യഥാർത്ഥത്തിൽ ഒരു 39 വർഷം നീണ്ടുനിന്ന നിയമയുദ്ധമാണ് നടത്തിയിട്ടുള്ളത് മേരി റോയുടെ നേതൃത്വത്തിൽ. അതിനുശേഷം ആ നിയമപ്രകാരമുള്ള സ്വത്തവകാശത്തിനു വേണ്ടി കേരളത്തിലെ മുൻസിഫ് കോടതികളിൽ അല്ലെങ്കിൽ സബ് കോടതികൾ എത്ര കേസുകൾ നടന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ മാത്രം നമുക്കറിയാം ഇപ്പോഴും സ്വത്തവകാശത്തിന്റെ കാര്യത്തിൽ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന തുല്യത എന്ന ആശയത്തിൽ ഊന്നി നിൽക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് മതബോധത്തിൽ ഊന്നി നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും അജിറ്റേറ്റ് ചെയ്യാൻ വരുന്നില്ല. 7 കേസുകളെ പറ്റിയാണ് ഒരു കാലത്ത് നമ്മൾ അന്വേഷിച്ച സമയത്ത് ഈ വിധിയെ തുടർന്ന് നടന്നിട്ടുള്ള പിന്നീട് നടന്നിട്ടുള്ള കേസുകളുടെ കഥ കേട്ടിട്ടുള്ളത്. ഇനിയും ചിലപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും സ്വത്തവകാശത്തിൽ ഇത്രയും വലിയ തുല്യതക്കുറവ് നിലനിൽക്കുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട്. ആ വസ്തുതയെ മറികടക്കാൻ നിയമം ഉണ്ടാക്കിയിട്ട് പോലും ആ നിയമം എടുത്ത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്ത്യൻ അവസ്ഥ ഇതാണെങ്കിൽ ഇസ്ലാമിന്റെ അവസ്ഥ അതിലും എത്രയോ മോശമാണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴും തുല്യമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും വ്യക്തി നിയമങ്ങളുടെ പരിഷ്കരണത്തെക്കുറിച്ച് സ്വത്തവകാശത്തിൽ വരുത്തേണ്ടുന്ന തുല്യതയെക്കുറിച്ച് ഇപ്പോഴും എവിടെ എത്താത്ത രീതിയിൽ തന്നെയാണ് ഈ ഇത്രയും ഭരണഘടനയ്ക്ക് ഇത്ര വയസ്സായിട്ടും ഇവിടെ നിൽക്കുന്നത്. പിന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഈ തുല്യാവകാശമൊക്കെ ഉണ്ട് സ്വത്തിൽ എന്ന് പറയുന്ന മതവിഭാഗങ്ങളിൽ നിന്ന് വന്ന എത്ര പെൺകുട്ടികളാണ് ഇതേ അവസ്ഥയിൽ സമാനമായ അവസ്ഥയിൽ ജീവിതം അവസാനിപ്പിച്ച വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇത് സമൂഹത്തിന് വിവാഹം സംബന്ധിച്ച് വിവാഹശേഷം ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നത് സംബന്ധിച്ചിട്ടൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധമായ പാട്രിയാർക്കിയുടെ മൂല്യബോധങ്ങളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഞാനിന്നിപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഓടി ഒരു പറഞ്ഞു, 2 ദിവസം വീട്ടിൽ പോയി നിന്ന 3ാമത്തെ ദിവസം ചോദിക്കും എന്താ ഇവിടെ എന്ന് സ്വന്തം വീട്ടിൽ നിൽക്കുന്നവരെ കുറിച്ച് അയൽവാസികളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ കൺസേൺ ആണത്. അപ്പോൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിൽക്കാനേ പറ്റില്ല എന്നുള്ളൊരവസ്ഥ. ഇനി സ്വത്തവകാശം വീട് തന്നെ ഇവർക്ക് എഴുതി കൊടുത്താൽ പോലും അവിടെ താമസിക്കാതെ നിൽക്കേണ്ടുന്നത് വിവാഹം കഴിച്ച പുരുഷന്റെ ഒരു ഇടത്താണ്. സ്ത്രീയുടെ ഇടം അതോടുകൂടി സ്ത്രീയുടേത് അല്ലാതായി മാറുന്നു എന്നുള്ള അതിശക്തമായ ധാരണ ഈ സമൂഹത്തിനകത്തുണ്ട്. ഇപ്പം കോഴിക്കോടിനെ സംബന്ധിച്ച് ഇപ്പം വീട്ടിൽ പുതിയാപ്ല സിസ്റ്റം ഒക്കെ ഉണ്ട്. വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പുരുഷൻ വരുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് അവിടുത്തെ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരഭാഷയിൽ നിന്ന് അവരുടെ ഒരു ഇതിൽ നിന്നൊക്കെ നമുക്കറിയാം കുറച്ചുകൂടി അവർക്ക് അവരുടെ ജീവിതത്തിൽ പിടുത്തമുണ്ട്. അവർക്ക് അവരുടെ ജീവിതം അവർക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന, ഇനി അവർക്ക് ഇഷ്ടമല്ലാത്തൊരു ജീവിതാവസ്ഥയാണെങ്കിൽ അവിടെ നിന്ന് അവരോട് പറയാൻ കഴിയുന്ന. അതാണ് അഡ്വക്കേറ്റ് പി എം മാധുരൻ താങ്കൾ പറഞ്ഞെടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇടം എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് ആ ഒരു ധൈര്യമുണ്ടല്ലോ, നമുക്കൊരു സ്ഥലമുണ്ട്, നമുക്ക് നമ്മുടെ വീട്ടിലൊരു ഇടമുണ്ട്, അത് എവിടെയായാലും ആ ഒരു ധൈര്യം എല്ലാ സ്ത്രീകൾക്കും വേണം. പക്ഷെ ആ ധൈര്യം എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇതിപ്പോ ഞാനത് പറയുമ്പോൾ ആലോചിക്കായിരുന്നു 1929 എ റൂം ഓഫ് ഹെറോൺ എന്നുള്ള വൺസ് ഓൺ റൂം എന്നുള്ള ഇത് വെർജിനിയ വുൾഫ് എഴുതുന്നത് 29 എഴുതിയിട്ട് ഇത്രകാലം മുന്നോട്ട് പോയിട്ടും ഒരു സ്ത്രീക്ക് സ്വന്തം വീട്ടിൽ ഒരു സ്പേസ് ഇല്ല. ഇനി ഭർതൃഗൃഹത്തിനകത്ത് അത്രയും സ്പേസ് ഇല്ല. ഇനി ഇവര് രണ്ടുപേരും ഭർത്താവും ഭാര്യയും ചേർന്നൊരു വീടുണ്ടാക്കിയാൽ ബാക്കി കുട്ടികൾക്ക് റൂമുണ്ട്, ബാക്കി വിരുന്നുകാർക്ക് റൂമുണ്ട്, അതിഥികൾക്ക് മുറിയുണ്ട്, ദൈവത്തിനിരിക്കാൻ മുറിയുണ്ട്, എല്ലാവർക്കും മുറിയുണ്ട്. ഈ സ്ത്രീക്ക് ഒന്നിരിക്കാൻ ഒരു മുറി പോലും ഇല്ലാത്ത രീതിയിലാണ് വീടുകളുടെ ഇത്രയും ആർക്കിടെക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ മുന്നേറിയിട്ടും സ്ട്രക്ചർ സംബന്ധിച്ച് വീട് സംബന്ധിച്ചിട്ടുള്ള സങ്കല്പനങ്ങളുടെ കാര്യത്തിലൊക്കെ ഇത്രയധികം മാറ്റങ്ങൾ വന്നിട്ട് അതിഗംഭീരവും മനോഹരമായിട്ടുള്ള വീടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോഴും സ്ത്രീയുടെ ഇടം എവിടെയെന്നുള്ളത് ചോദിക്കുമ്പോൾ ഇപ്പോഴും അത് അടുക്കള എന്ന് കരുതുന്ന ആളുകളിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഇത്രയും സയൻസ് മുന്നോട്ട് പോയിട്ട് ആർക്കിടെക്ചർ മുന്നോട്ട് പോയിട്ട് ഒക്കെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്വത്തവകാശവുമായി തന്നെ ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊന്ന്, ഇപ്പോഴും വിവാഹം സംബന്ധിച്ചിട്ടും അതിനകത്ത് ഈ ഡൗറി
സ്ത്രീധനം വലിയ രീതിയിൽ റോള് പ്രവർത്തിക്കുമ്പം ഈ അച്ഛനും അമ്മയും ആയ കാലം മുഴുവൻ അധ്വാനിച്ചിട്ടുള്ള കാര്യങ്ങൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് മകളുടെ വിവാഹത്തിന് മീതെയാണ്. അതിന്റെ ലോൺ ഇപ്പൊ സായിനാഥ് നടത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകൻ പി സായിനാഥ് നടത്തിയിട്ടുള്ള പഠനത്തിനകത്ത് കേരളത്തിലെ കർഷക ആത്മഹത്യയെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിനകത്ത് പറയുന്നുണ്ട് പലരും കാർഷിക ലോൺ എടുത്തത് പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. പിന്നെ അതിന് റീപേയ്മെന്റ് നടത്താൻ വേണ്ടി പറ്റാതെ ആത്മഹത്യ ചെയ്ത രക്ഷിതാക്കളെ കുറിച്ച് തന്നെ ഇവിടെ വലിയ പഠനങ്ങൾ നിൽക്കുന്നു. അപ്പൊ അതിനുശേഷം ഈ വിവാഹം കഴിഞ്ഞു പോയ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു നിലയ്ക്കും തിരിച്ചു വരാൻ വേണ്ടി പറ്റാത്ത വിധം ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ട്. കാരണം അവിടുന്ന് തുടച്ച് വടിച്ചെടുത്ത് വന്നതാണേ ഇങ്ങോട്ടേക്ക്. അപ്പോ സ്ത്രീധനം ഇല്ലാത്തൊരു വിവാഹമായിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് ഓടിച്ചെല്ലാൻ, കെട്ടിപ്പിടിക്കാൻ, അല്ലെ പോയി ഇരിക്കാൻ ഒരു വീടുണ്ട്. ഇതിപ്പോ ഞാൻ അവിടുന്ന് എല്ലാം എടുത്ത് പോകുന്ന ഒരാളാണല്ലോ, അതുമായിട്ടുള്ള വേരറുത്ത് പോകുന്ന ഒരാളാണല്ലോ എന്നുള്ളൊരു ബോധം തന്നെയാണുള്ളത്. ഇപ്പൊ ഇതൊന്നുമില്ലാതെ വിവാഹം കഴിച്ച സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിധത്തിൽ അതൊന്നും കൊണ്ടുവരാത്തവൾ എന്നുള്ള ആക്ഷേപം, അതിന്റെ പേരിലുള്ള പീഡനം, ഇതൊക്കെ സഹിക്കുന്നു. ആഗ്രഹിച്ച അത്ര കൊണ്ടുവരാത്ത സ്ത്രീ അതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആദ്യം ഇറക്കേണ്ടുന്ന വേര് ഒന്ന് സ്ത്രീധനത്തിന്റെ തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ സ്ത്രീധന നിരോധന നിയമമൊക്കെ പ്രാബല്യത്തിൽ വന്നിട്ടും ഇപ്പോൾ നമ്മൾ വിസ്മയുടെ കേസെടുത്താലും ഒക്കെ അതിനകത്തുണ്ടായത് എനിക്ക് ഇഷ്ടപ്പെട്ട കാറ് തന്നില്ല എന്ന്. അത് ആ ഒരു ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും അത് പറയുന്നുണ്ടല്ലോ എന്ന് നമുക്ക് അതിശയം തോന്നും. പക്ഷെ എന്തുകൊണ്ട് മാതാപിതാക്കൾ ഈ വീണ്ടും 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 താങ്കൾ പറഞ്ഞതുപോലെ ഉള്ള ഇത്രയും ദിവസം ഉണ്ടാക്കിയ മുഴുവൻ സ്വത്തും അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടാക്കിയ മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ പലയിടത്തുനിന്നും കടം വാങ്ങി എന്തിന് കല്യാണം നടത്തുന്നു അല്ലെങ്കിൽ ഇതുപോലെ ഡൗറി കൊടുക്കുന്നു എന്നുള്ള ചോദ്യമില്ലേ? ഇത് എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? അല്ല, ഇത് നിയമത്തിന് വലിയ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലോ സൂചിപ്പിക്കുന്നത്. 1961 ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമം പറയുന്നത് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും വാങ്ങാൻ പ്രേരിപ്പിക്കുന്നതും കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നതും കുറ്റകൃത്യമാണ്, 5 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റകൃത്യമാണെന്ന് പറഞ്ഞിട്ട് പോലും നിർബാധം തുടരുന്നു. നമ്മളൊക്കെ പങ്കെടുത്ത കല്യാണത്തിന്റെ കണക്കെടുത്താൽ അറിയാലോ, എല്ലാം സ്ത്രീധന കല്യാണങ്ങളാണ്. ഒരു ചെറിയ പെർസെന്റേജ് മാത്രമാണ് അങ്ങനെയല്ലാത്ത സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രണയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണമൊന്നും ഇല്ലാതെ നടക്കുന്ന വിവാഹങ്ങൾ നമ്മുടെ നാട്ടില് ഈ പുരോഗമന കേരളത്തിനകത്ത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളെ ഗാർഹിക ഘടനയ്ക്കകത്ത് വളർത്തുമ്പോൾ, വിദ്യാഭ്യാസ സംവിധാനത്തിനകത്ത് വളർന്നു വരുന്ന സമയത്ത്, പൊതുസമൂഹം അതിനകത്ത് ഇടപെടുന്ന സമയത്ത് സ്വന്തം കാലിൽ നിൽക്കുക, വരുമാനം ഉണ്ടാക്കുക, എന്നിട്ട് മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ള രീതിയിൽ ഒരു സാമ്പത്തിക സ്വാശ്രയത്വത്തിലേക്ക് പെൺകുട്ടികൾ എത്തിക്കുന്നില്ല. എവിടെ പഠിക്കുന്നു, എന്തിനു പഠിക്കുന്നു, എന്ത് ജോലി കിട്ടി എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ചോദിക്കുന്നത് ഈ കല്യാണമൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. കല്യാണം ആയിട്ടില്ലെങ്കിൽ എന്തോ മഹാ അപകടം സംഭവിക്കുന്ന പോലെ. ജോലി കിട്ടുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് എത്തിക്കുന്നില്ല. ജോലി കിട്ടിയാൽ തന്നെ അത് ഞാൻ അധ്വാനിക്കുന്ന വരുമാനം എന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെലവ് ചെയ്യണം, അത് ഞാനാണ് അതിന്റെ പരമാധികാരി എന്നാലോചിക്കുന്ന പകരം അത് മുഴുവൻ കൊണ്ടുപോയി കുടുംബത്തിലെ പുരുഷന്റെ കാലിന്റെ ചോട്ടിൽ വെച്ചു കൊടുക്കലാണ് കുലസ്ത്രീ ധർമ്മം എന്നുള്ളതിൽ നിൽക്കുകയാണ്. ജോലി കിട്ടിയ സ്ത്രീകൾക്ക് പോലും സാമ്പത്തിക സ്വാശ്രയത്വവും സാമ്പത്തിക സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ നമ്മുടെ നാട്ടിനകത്ത് വളരെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ സാധിക്കുന്നുള്ളൂ. അപ്പൊ ആ നിലയ്ക്ക് പെൺകുട്ടികളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള തൊഴിൽ നേടലാണ് പ്രധാനം, സ്വന്തം കാലിൽ നിൽക്കലാണ് പ്രധാനം. എന്നിട്ട് അവർക്ക് ജീവിതത്തിൽ അത്രയും ഒഴിച്ചുകൂടാത്ത ഒരു പാർട്ട്ണർ വേണമെന്ന് തോന്നുമ്പോൾ സംഭവിക്കേണ്ടതാണ് വിവാഹം എന്നൊന്നുള്ള രീതിയിലല്ല ഇപ്പോഴും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ. ആൺകുട്ടികളെയോ ഇവിടെ 90% മതവിശ്വാസികളായിട്ടുള്ള മനുഷ്യർ ജീവിക്കുകയാണ്. അവരവരുടെ അധ്വാനത്തിന് വിയർപ്പ് കൊണ്ടായിരിക്കണം കഴിക്കുന്ന ഓരോ അരിമണിയും എന്ന് പഠിപ്പിച്ചിട്ടുള്ള മതവിശ്വാസികളായിട്ടുള്ള മനുഷ്യര് ഏതോ ഒരു അച്ഛനോ അമ്മയും ഉമ്മയും ബാപ്പയും ആയകാലം അധ്വാനിച്ച് അവരുടെ മകൾക്ക് കൊടുത്തിട്ടുള്ള സമ്മാനം എന്റേതാണെന്ന് കരുതി എടുത്ത് അങ്ങ് ഉപയോഗിക്കുകയാണ്. അത് അന്യാധീനപ്പെടുത്തുമ്പോഴോ അതെടുത്ത് ഉപയോഗിക്കുമ്പോഴോ ഒന്നും ഇത് എന്റേതല്ലല്ലോ, ഈ സ്ത്രീക്ക് സാധനമല്ലേ, അവകാശപ്പെട്ടതല്ലേ എന്നുള്ളൊരു ആലോചന പോലും ഇല്ലാതെ വിവാഹം കഴിഞ്ഞതോടുകൂടി അതിന്റെ പൂർണ്ണ അധികാരം അതെടുത്ത് ഉപയോഗിക്കാൻ ഇവർക്കായിട്ട് മാറുന്നു. അപ്പോൾ എന്താണ് ഈ പറയുന്ന മതവിശ്വാസം പറയുന്ന അവരുടെ എന്ത് വിയർപ്പാണ് അതിനകത്തുള്ളത്, എന്ത് അധ്വാനാണ് അതെടുത്ത് പറ്റുന്ന സമയത്തുള്ളത്. അങ്ങനെ ആ രീതിയിലേക്ക് ആരാന്റെ അധ്വാനം കൊണ്ട് ശിഷ്ടകാലം ജീവിക്കാമെന്നുള്ള ഒരു ഉളുപ്പില്ലായ്മയല്ലേ നമ്മളെ കുടുംബങ്ങൾ ആൺകുട്ടികളെ പഠിപ്പിക്കുന്നത്.
ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിലൂടെ കടന്നുപോയി വലിയ ജോലിയൊക്കെ കിട്ടിയിട്ടുള്ള പുരുഷന്മാരുൾപ്പെടെ വിചാരിക്കുന്നത് ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണെന്നാണല്ലോ ഭാര്യയുടേത് മുഴുവൻ. അപ്പൊ ആ രീതിയിലേക്ക് ആരാന്റെ സ്വത്ത് മോഹിക്കുന്ന ആളുകളായിട്ട് ആണുങ്ങളെ മാറ്റിയെടുക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം ആധുനിക കാല വിദ്യാഭ്യാസത്തിനോ ഈ നമ്മുടെ സമൂഹത്തിനോ ഇത്രയധികം പുരോഗമനപരമായിട്ട് നിൽക്കുന്ന ഒരിടത്ത് ജീവിക്കുന്ന ആണുങ്ങളിൽ പോലും മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിയമത്തിന് ഒരു ചെറിയ രീതിയിൽ പോലും ഇതിനകത്ത് ഇടപെടാൻ കഴിയാത്ത വിധം 1961 നിയമം ദുർബലപ്പെട്ട് നിൽക്കുന്നത് കാണുന്നതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ നമ്മൾ നടത്തേണ്ടുന്ന തിരിച്ചറിവും പാട്രിയാർക്കിയുടെ സ്ത്രീവിരുദ്ധമായ ആശയഗതിക്കെതിരായി നടത്തേണ്ടുന്ന സന്ധിയില്ലാതെ അവരവർ നടത്തേണ്ടുന്ന പോരാട്ടവും സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു പോരാട്ടമാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന അവളവളുടേതായിട്ടുള്ള ഒരു ഇടം എന്നുള്ളത് സ്ത്രീയെ തുല്യമായി ആദ്യം മനുഷ്യയായിട്ട് കണക്കാക്കട്ടെ, എന്നിട്ട് തുല്യരായി കണക്കാക്കാൻ വേണ്ടി പറ്റട്ടെ. തുല്യരായി കണക്കാക്കുമ്പോഴല്ലേ അവൾക്കും അവളുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകും, അവൾക്കും ഒരു സ്പേസ് വേണം എന്നുള്ളത് പാർട്ട്ണറും തിരിച്ച് അവൾക്കും തന്നെത്താൻ ഞാനൊരു മനുഷ്യജീവിയാണ്, 24 മണിക്കൂറും പണിയെടുക്കുന്ന യന്ത്രമൊന്നുമല്ല, ജന്തു തുല്യമായ ജീവിതമല്ല ഞാൻ നയിക്കേണ്ടത്, എനിക്കും അഭിമാനമുണ്ട്, അഭിമാനിനിയായിട്ടുള്ളൊരു സ്ത്രീയായി ജീവിക്കാൻ എനിക്ക് എന്റേതായ ഒരു ഇടമുണ്ടാക്കലാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷമേ മറ്റെന്തെങ്കിലും ഉണ്ടാകേണ്ടതുള്ളൂ. ആ ഇടമുണ്ടാക്കുന്നതിന് വേണ്ടി എന്നെ കൊണ്ടാവും വിധം ഞാൻ അധ്വാനിക്കും. ഇനി ഒരു പണിയും ഇല്ലെങ്കിൽ ഞാൻ ദേശീയ തൊഴിലുറപ്പ് പണിക്ക് പോയിട്ടായാലും ശരി എന്റേതായ ഒരു ഇടമുണ്ടാക്കി എടുക്കും. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് പി എം മാതിര ഞങ്ങളോട് സംസാരിച്ചതിന്. സമയക്കുറവ് മൂലമാണ് ഇടപെടുന്നത്. ഞാൻ സുജ സൂസൻ ജോർജിലേക്ക് കൂടി പോവുകയാണ്. ശ്രീമതി സുജ സൂസൻ ജോർജ്, ഇപ്പോൾ അഡ്വക്കേറ്റ് പി എം മാതിര പറഞ്ഞതുപോലെ പെൺകുട്ടി എവിടെയാണ് പെണ്ണിന്റെ ഇടം അല്ലെങ്കിൽ എവിടെയാണ് എന്റെ ഇടം എന്ന് ഉള്ള ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം ഒരു പ്രേക്ഷകൻ നമ്മുടെ ഈ ചർച്ചയിൽ വിളിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കാണ് അവൾ ചിന്തിക്കുന്നിടത്താണ് അവളുടെ ഇടമെന്ന്. അത് കൃത്യമാണ്, വളരെ കൃത്യമാണ്. അത് വാക്കുകൾക്കിടയിൽ വായിക്കുമ്പോൾ അത് വളരെ കൃത്യമാണ്. കാരണം ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോഴേ ഇതിനെ കെട്ടിച്ചയക്കണമല്ലോ എന്ന് വിചാരിച്ച് ആശങ്കപ്പെടുന്ന രക്ഷകർത്താക്കളുടെ ആ ഒരു കാലം മാറേണ്ട സമയമായില്ലേ? പെൺകുട്ടികൾ തന്നെ പലരും ഇപ്പോൾ ഒരു 40%, 50% പെൺകുട്ടികൾ ഇപ്പോൾ പറയുന്നുണ്ട് എനിക്കിപ്പോ കല്യാണം വേണ്ട, എനിക്ക് ജോലി കിട്ടിയിട്ട് മതി കല്യാണമെന്ന്. അതൊക്കെ ഒരു ശുഭസൂചക അല്ലേ, ഒരു ശുഭസൂചനയല്ലേ തരുന്നത്? മകളെയും ചെറുമക്കളെയും നഷ്ടപ്പെട്ട് വളരെ ദാരുണമായി മരിച്ച ഒരവസ്ഥയിലാണ് ഷൈനിയുടെ അച്ഛൻ കുറിയാക്കോസിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഷൈനിയുടെ അമ്മയും കാണുന്നത്. അപ്പൊ ഈ കുറിയാക്കോസ് പറഞ്ഞ ഒരു ദുഃഖിതരാണ് എന്നുള്ളതും അവരുടെ ദുഃഖത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതും വസ്തുതയാണ്. എങ്കിൽ കൂടി അദ്ദേഹം വളരെ സ്വാഭാവികമെന്ന് തോന്നുന്ന വിധം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ വീട് എന്റെ 2 ആൺമക്കളുടേതുമാണ്. അത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. ഇവിടെ ഇപ്പൊ ആതിര സംസാരിച്ചു, വെർജീനിയ വുൾഫിന്റെ റൂം ഓഫ് കൺസേൺ തുടങ്ങി ഇങ്ങോട്ട് സംസാരിച്ചു. ഇപ്പോഴും സ്ത്രീക്ക് ഒരു ഇടമില്ല, സ്ത്രീക്ക് ഒരു സ്പേസ് ഇല്ല. അപ്പൊ ആൺകുട്ടികളുടെ ജന്മം വളരെ ഭാഗ്യമായി കാണുകയും ആൺകുട്ടി വീട്ടിലേക്ക് ധനം കൊണ്ടുവരികയും ചെയ്യും എന്ന് കരുതുന്ന വീടുകൾ കേരളത്തിൽ സാധാരണമാണ്. കേരളത്തിലെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശൈശവത്തിൽ മുതൽ അവളെ പ്രേരിപ്പിക്കുന്ന, സ്നേഹമുള്ളിടത്തും സ്നേഹമില്ലാത്തടത്തും എല്ലാം പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്യുന്നത് മറ്റൊരിടത്ത് പോയി ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവൾക്ക് അവളുടെ സ്വന്തം ഇടത്ത് വളരെ സ്വാഭാവികമായി ലഭിക്കുകയും അല്ലെങ്കിൽ അവള് ആസ്വദിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിനെ ഞെരുക്കിക്കൊണ്ട്, അത് കട്ട് ഷോട്ട് ചെയ്തുകൊണ്ട് അവളെ അനിശ്ചിതത്വത്തില്, ഇമാജിനേഷൻ, ഭാവനയിൽ നാളെ എവിടെയാണോ ജീവിക്കേണ്ടത് അവിടേക്ക് അവളെ പ്രാപ്തിയുള്ളവളാക്കുക. ഇതാണ് നമ്മുടെ വീട്ടിൽ ഡൊമസ്റ്റിക് സ്പേസിൽ പെൺകുട്ടിയെ ആൺകുട്ടിയെ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 1986 ഫെബ്രുവരി 26 മേരി റോയ് കേസിന്റെ വിധി വന്നു. 38 വർഷമായി. അപ്പൊ ആ കാലഘട്ടത്തിൽ എല്ലാവരും ഓർക്കുന്നുണ്ടാവും, കെ എം മാണി അവതരിപ്പിച്ച ഒരു ബില്ലുണ്ടായിരുന്നു നിയമസഭയിൽ. അതായത് 1951 ഇന്ത്യൻ യൂണിയനിലേക്ക് തിരുവിതാംകൂറും കൊച്ചിയും ലയിക്കുന്നതോടുകൂടി അതിനു മുമ്പുള്ള ഈ പിന്തുടർച്ചാവകാശങ്ങൾ ഇല്ലാതാവുകയും 1951 മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി സ്ത്രീക്ക് തുല്യ സ്വത്തവകാശം, പുരുഷനൊപ്പം തുല്യ സ്വത്തവകാശം ലഭ്യമാവുകയും ചെയ്യുന്ന ഒരു വിധിയാണ് ഉണ്ടായത്.
അപ്പൊ അതിനെതിരെ ബിൽ അവതരിപ്പിക്കുന്നു. അതായത് മുൻകാല പ്രാബല്യം വേണ്ട എന്ന് വെക്കാൻ, പിന്നെ ക്രിസ്ത്യൻ സ്ത്രീ മൂവ്മെന്റ് ഇതിന്റെ പേരിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ചരിത്രമുണ്ട്. അപ്പൊ നമ്മള് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവകേരളം, സ്ത്രീപക്ഷ കേരളം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ത്രീപക്ഷ ബജറ്റ് അവതരിപ്പിക്കുന്ന കേരളം, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് കാണാനുണ്ട്. സ്ത്രീകൾ വളരെ മുൻപിലാണ്. പക്ഷെ ഇപ്പോഴും ഇക്കാര്യത്തിൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമുദായം, ആ സമുദായത്തിൽ ഇത്തരം ഒരു പ്രശ്നം അന്ന് വളരെ സജീവമായി നിലവിലിരുന്ന ഒരു കാലഘട്ടം, അതിനെ ഒന്ന് തിരിച്ചു നോക്കാനോ അതിനാവശ്യമായ രീതിയിൽ നിയമ നിർമ്മാണം നടത്താനോ ഇന്ന് നമുക്ക് കഴിയുന്നില്ല. ശരിക്കും അതിന്റെ ഒരു വിക്ടിമാണ് ഷൈനി. ഈ ഷൈനിയുടെ കേസ് നമ്മൾ ഇത്രയും ദാരുണമായ മരണം എന്നുള്ള നിലയിലാണ് അറിയുന്നത്. ധാരാളം സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഞാനൊരു സ്ത്രീയുടെ കഥ കേട്ടത്, ഒരു നേഴ്സാണ്. അവർക്ക് ഇതുപോലെ ഈ ഏതാണ്ട് ഇതേ അവസ്ഥ, ഷൈനി നേരിട്ട അതേ അവസ്ഥയിൽ ഡൊമസ്റ്റിക് വയലൻസ് നേരിട്ടുകൊണ്ടിരുന്ന സ്ത്രീയാണ്. ആ സ്ത്രീ ഇതെല്ലാം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവര് എങ്ങനെയൊക്കെയോ UK പോകുന്നു. UK പോകുമ്പോ സ്വന്തം മക്കളെ, 2 കുട്ടികളെ അവർക്ക് അവരുടെ വീട്ടിൽ നിർത്താൻ കഴിയുന്നില്ല. അവര് വേറെ അവരുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിർത്തിയിട്ടാണ് UK പോകുന്നത്. അവര് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം കുഞ്ഞുങ്ങളോടൊപ്പം കഴിയുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ വളരെ ചെറിയ കുട്ടികളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് അപൂർവം ലഭിക്കുന്ന ചില വിവരങ്ങളാണ്. ഒരുപാട് കാര്യത്തിൽ വളരെ വിദ്യാസമ്പന്നരായ, പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം. അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ ഇതൊരു ഒരു സമുദായത്തിലെ മാത്രം കാര്യമല്ല. ഇത് പറയുമ്പോൾ എല്ലാ സമുദായത്തിലെ, എല്ലാ മതങ്ങളിലെയും, എല്ലാ ജാതികളിലെയും അവസ്ഥയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. വളരെ മുൻപിലാണ് നമ്മൾ എന്ന് പറയുമ്പോൾ പോലും ഇക്കാര്യം അടിസ്ഥാനപരമായി സ്ത്രീയുടെ ഇടം എന്നുള്ളത് എവിടെയാണ്? അവള് വിവാഹം കഴിച്ചെടുത്ത ഇടമുണ്ടോ? അവള് ജനിച്ച ജന്മഗൃഹത്തിൽ ഇടമുണ്ടോ? ഇല്ല. അതിന് പറഞ്ഞ പോലെ ഞാനും ഇപ്പൊ ഒരാഴ്ച എന്റെ അമ്മയുടെ അടുത്ത് പോയി നിന്നാൽ അയൽവക്കക്കാരും ബന്ധുക്കളും ഒക്കെ ചോദിക്കും, എന്ത് പറ്റി എന്ന് ചോദിക്കും. കുഞ്ഞുങ്ങളുമായിട്ട് പോയി നിന്നാൽ ചോദിക്കും. അപ്പൊ ഇതൊരു സാംസ്കാരിക പ്രശ്നമാണ്, സ്ത്രീയുടെ ഇടമേത് എന്നുള്ളത്. അതെ, അതിനോടൊപ്പം ചേർത്ത് വെച്ച് സംസാരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ഫെമിനിസം എന്നൊക്കെ പറയുന്നിടത്ത് അതിനെ ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നൊക്കെയുള്ള കാര്യമുണ്ടല്ലോ, അതുപോലെ അതിനെ വിമർശിക്കുന്നവരോ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നീ വലിയ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന ഒരു വലിയ വിഭാഗം, അവർക്കൊപ്പം ചേരുന്ന, എല്ലാ കാലത്തും അവർക്കൊപ്പം ചേരുന്ന മറ്റൊരു വിഭാഗം. ഇപ്പൊ ഏത് രീതിയിൽ മുന്നോട്ട് പോകും? ഈ നയിക്കുന്നവർ നയിച്ചുകൊണ്ടേ ഇരിക്കില്ലേ ശ്രീമതി സുജാ സൂസൻ ജോർജ്? ശരിയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ ഒരു 1970-കൾ മുതൽ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഉണ്ടായിക്കൊണ്ടിരുന്ന ഫെമിനിസ്റ്റ് മൂവ്മെന്റിനൊക്കെ വലിയ ദൗർബല്യം പിന്നോട്ടടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. അപ്പൊ നമ്മൾ നടന്ന വഴികളൊക്കെ തിരിച്ചു നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. മാത്രമല്ല, പ്രീതിപ്പെടുത്തുക, അധികാരത്തിലിരിക്കുന്ന ആരെയാണോ അവരെ പ്രീതിപ്പെടുത്തി നിർത്തുക എന്നുള്ള ഒരു പോളിസിയാണ് രാഷ്ട്രീയമായും സാംസ്കാരികമായും എല്ലാം ഇന്ന് നിലവിലുള്ളത്. അപ്പൊ അതിനെതിരെ പൊരുതാൻ, ഒരുപക്ഷെ 1970-കൾ 80-കളിലൊക്കെ പൊരുതാനുള്ള ഒരു ശേഷി ഇന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം നമ്മുടെ ചുറ്റുമുള്ള സമൂഹം പൊതുവെ അങ്ങനെയാണ്. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ളത് സ്വാഭാവികമായും നിരുത്സാഹപ്പെടുത്തുന്ന, നമ്മൾ വേറെ എന്തിനൊക്കെയാണ് കാണുന്നത്. വികസനം എന്ന് പറയുമ്പോൾ വലിയ റോഡുകൾ, പാലങ്ങൾ, അല്ലെങ്കിൽ വലിയ വീടുകൾ, സുഖ സൗകര്യങ്ങൾ, വലിയ സ്കൂളുകൾ, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഹ്യൂമൻ റൈറ്റ്സ്, ബേസിക് ആയിട്ടുള്ള വികസനം അവിടെയാണ്. ഹ്യൂമൻ റൈറ്റ്സ് നിലനിർത്തുകയും സംരക്ഷിക്കുകയും കൂടുതൽ കൂടുതൽ ജനാധിപത്യപരമായി അതിനെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിൽ നമ്മൾ എത്രമാത്രം സജ്ജരാകുന്നു, നമ്മൾ അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ജാഗ്രത ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോ ഒരു കേസ് വരുമ്പോൾ നമ്മൾ വല്ലാതെ ആകുലപ്പെടുകയും അതിന്റെ പിന്നാലെ പോവുകയും കരയുകയും കഥ എഴുതുകയും കവിത എഴുതുകയും പ്രമേയം പാസ്സാക്കുകയും ചെയ്യുന്നതിലുപരി ഇതിനെ ഒരു 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 പൊളിറ്റിക്കൽ പ്രോബ്ലം, ബേസിക് പൊളിറ്റിക്കൽ പ്രോബ്ലം, ഇപ്പോ പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോ ആർട്ടിക്കിൾ 14 ഉണ്ട്. ആർട്ടിക്കിൾ 14 വെച്ചിട്ടാണ് യഥാർത്ഥ മേരി റോയ് കേസും വിധി വരുന്നത്. ഈക്വൽ റൈറ്റ് എന്നുള്ള കാര്യം അത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം റിയലി നമ്മൾ വാചകം അടിക്കാം, വാചാടോപം ഉണ്ടാക്കാം, എഴുതിയുണ്ടാക്കാം, നാടകം ഉണ്ടാക്കാം, സിനിമ ഉണ്ടാക്കാം, ഇതിനപ്പുറത്തേക്ക്
മറ്റെന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മുടെ ഒക്കെ ജീവിതത്തില്. സാവിത്രി രാജീവന്റെ ഒരു കവിതയുണ്ട്, ചേരുവ എന്ന് പറയുന്ന കവിതയുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നീക്കി നിർത്തപ്പെട്ട വീട്ടുപകരണമാണ് ഞാൻ എന്ന് അതിനകത്തൊരു വരിയുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് നടക്കുന്നത്. പബ്ലിക് സ്പേസിൽ നമ്മളുണ്ട്, പക്ഷെ ആ സ്പേസിൽ നമ്മൾ ഒരു അടുക്കള ഉണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു അടുക്കള സൃഷ്ടിച്ച് അവിടെ ഒതുക്കുന്ന രീതിയിൽ സ്ത്രീയെ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന, തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം നന്ദി. ഞാൻ സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. വളരെയധികം നന്ദി ശ്രീമതി സുജ സൂസൻ ജോർജ് ഞങ്ങളോട് സംസാരിച്ചതിനൊപ്പം അഡ്വക്കേറ്റ് PM ആതിര. നമ്മുടെ ഈ പരമ്പര അവസാനിക്കുമ്പോൾ എന്ത് കിട്ടി അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ നിങ്ങൾ തന്നെ ചിന്തിക്കണം. നിങ്ങളുടെ ഇടം എവിടെയാണ് എന്ന് ആ ചിന്തയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. നന്ദി, നമസ്കാരം.